Areekode is a place that shares the border coast between Thrissur and Ernakulam. This is a quiet town located around 50 kilometers from Thrissur. Covered by the Arabian Sea and the Periyar River, its waters have an abundance of marine life. The population of Areekode, directly or indirectly, remains dependent on fishing and fish trading activities. 1997 ഇവിടെ ഈ ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ തുടങ്ങുന്നത്, ഒരു ഫിഷിംഗ് ലാൻഡിങ് സെൻറ്റർ. അതിവിടെ ഈ വണ്ടിക്കാരൻ മീനൊക്കെ വന്നിട്ട് അതാണ് തുടക്കം, ഒരു മാർക്കറ്റ് പോലെയാണ് തുടക്കം. അത് കഴിഞ്ഞതിന് ശേഷം വള്ളക്കാർ, വഞ്ചിക്കാർ, ബോട്ടുകാർ അതേമാതിരിയൊക്കെ വന്ന് മീൻ പിടിക്കാനും വിൽക്കാനൊക്കെ തുടങ്ങി. Apart from the direct fish trading activities, the harbour has a set of people in the ice manufacturing and crushing units, thus making the collection of ice easier to prevent fish from spoiling. നമ്മൾ ഐസ് ഇവിടുന്ന് എടുത്തു, ഇവിടെ ഐസ് പൊക്കിയും കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് ആ തേനുമത് വിട്ടുള്ളൂ. എന്നിട്ട് അത് നമുക്ക് ആവശ്യക്കാർക്ക് എത്ര വേണമെന്ന് എണ്ണം പറയും, അവർ എത്ര വേണമെന്ന് പറയും. അതൊക്കെ എത്രയും കൊണ്ട് പൊടിച്ചു കൊടുക്കും. ചെറിയ 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 കസ്റ്റമറിനാണെങ്കിൽ 2 3 ചെറിയ കസ്റ്റമുണ്ട്, അതിൽ പൊടിച്ചു കൊടുക്കും. പിന്നെ വലിയ വണ്ടിക്ക് ഓർഡർ കിട്ടും. ഓർഡർ ആണെങ്കിൽ 162 അതിൽ കയറ്റി ലോഡ് ചെയ്ത് വിടും. This is another auxiliary unit that involves weaving and repairing of vela. പേര് ഷിജു എന്നാണ്. ഞാൻ ഈ വല റിപ്പയറുകാരനാണ്. ഞങ്ങൾ 2 പേരുണ്ട്. ഒരു 10-25 വർഷമായി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ പണി ചെയ്യണ വല ചെമ്മീനും മാന്തലി ചെറിയ മീൻ കിട്ടണ വലകളാണ് ഇതിപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ റിപ്പയർ ചിലവ് 7,000 രൂപ വരുള്ളൂ റിപ്പയർ ചിലവ്. പിന്നെ പുതിയത് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 35,000 രൂപയോളം വരും. This is a tool mainly used for fishing. Nylon threads are used for the making of vela. There are various types of vela that are used for fishing. അന്നത്തെ വിട്ട് ഒരുപാട് പുരോഗമനം. അന്ന് കുറച്ച് വള്ളക്കാരും വഞ്ചിക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് കുറച്ചുകൂടി ഡെവലപ്പായി. കുറേ ആളുകളുടെ ജീവിതമാർഗം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്, ഞാനടക്കം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വള്ളക്കാരൊക്കെ മീൻ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട്, അവർക്ക് ലേലം ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. The fish caught by the fishermen are auctioned by fish distributors. FLC plays an important role in transporting the fish to the places around Areekode. The fish that is auctioned is taken from the boats, weighed with the help of workers, packed in boxes and iced and prepared for marketing. Later, it is distributed to small and large traders with the help of porters.
എൻ്റെ പേര് സിദ്ദീഖ്. അഴീക്കോട് മേഖലയിൽ മീൻപിടുത്തമാണ് എനിക്ക് ജോലി. 40 വർഷമായി ഞാൻ ഈ പണിയിലേക്ക് വന്നിട്ട്. ഇപ്പോൾ ബോട്ടുകാരെ വലിയ കാരണം പല ബുദ്ധിമുട്ടുകൾ കാരണം മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് രാത്രികാലം മത്സ്യബന്ധനം ബോട്ടുകാർ നടത്തുന്നതിൻ്റെ പേരിൽ ചാളയെല്ലാം കുറഞ്ഞിരിക്കുകയാണ്, മത്സ്യസമ്പത്ത് കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ വള്ളത്തിൽ പോയി എന്തെങ്കിലും തുച്ഛമായ വരുമാനത്തോടെ കൂടിയാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. The fishermen of Areekode used various types of fishing methods. The Attupuram coast is a small part of Areekode fishing area. The traditional fishing method is still followed there. Small boats and fiber boats are mostly used for fishing here. എൻ്റെ പേര് സിംഗൻ. ഞങ്ങൾ വെളുപ്പിന് 4:30 മണിക്ക് പോകും. അയിലപ്പണിക്കാണ് പോണത്. ഇതിപ്പോൾ 4 ഭാഗം 15 ഭാഗം വിൽക്കും. ഇപ്പം മീനൊക്കെ കുറവാണ്. പിന്നെ പോകുന്ന ചെറുവഞ്ചിക്കാർ പോകുന്ന ചാളക്കാണ്. ചാളയിൽ കുറവാണ്. ചാളക്ക് ഒരു കിലോ 30 രൂപ അല്ലെങ്കിൽ 20 രൂപയാണ് കിട്ടണം. അപ്പം എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ആകെ പട്ടിണിയാണ്. അങ്ങനത്തെ ലെവലിൽ ഞാൻ പോണത്. ഒരു ദിവസം 3000-4000 രൂപയോളം ചിലവുണ്ട്. പിന്നെ കടലിൽ പിന്നെ തവളകടി അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. They go out early in the morning to fish using nets and other fishing equipment in very small boats. They travel a distance of 2 nautical miles or about 4 kilometers. After a short struggle, the boat with the caught fish reaches the shore. Then the caught fish are separated from the net and cleaned. After that, the fish are put in a basket and put up for auction. There, the buyers bid on them. ഞാൻ ആറ്റുപുറം കടപ്പുറത്ത് ഫിഷ് കമ്മീഷൻ ഏജൻ്റാണ്. ഏകദേശം ഒരു 50ഓളം വർഷമായി ഈ പ്രദേശത്ത് കമ്മീഷൻ ഏജൻ്റായിട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യണം. അതിൽ 25 വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യും. ഇവിടെ വരുന്ന മീനുകൾ എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ചാള, അയില, ചെമ്മീൻ, സ്കുഡ്, ഞണ്ട് എന്നീ സാധനങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. കുറവില്ലാത്ത 10. They do not receive the wages or benefits they deserve for their work, and sometimes the expenses exceed the income they receive. But still, they continue their traditional fishing profession with love, joy, and unity.